ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ഒരു കടായി വെക്കണം. കടായി ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ ഇടണം. രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കൈ വിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് അതിൽ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണേ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇളക്കുക. എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് അതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ കൈ വിടാണ്ട് കുറച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റണം. എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കണേ. ഇതാണ് ഇപ്പോൾ ഒരു ചമ്മന്തിപ്പൊടിയുടെ ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചമ്മന്തിപ്പൊടിയും അച്ചാറുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. വേണ്ടവർ ഈ കൊടുത്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.